സൃഷ്ടികളിൽ ചിന്തിക്കാനുള്ള കഴിവെപ്പോഴും മനുഷ്യന് മാത്രമാണ്. മനുഷ്യൻ്റെ ചിന്തകളെപ്പോഴും പ്രവചനാതീതമാണ്. അത്തരം ചിന്തകളും അത്ഭുതങ്ങളും നിറഞ്ഞ ഒരു വേദി തന്നെയാണ് മാദിൻ എംലിറ്റിൻ്റെ സയൻസിയ ഫെസ്റ്റ്. ഹൈപ്പർ ലൂപ്പും കാർബൺ പ്യൂരിഫൈ മെഷീനും എയർ ഫിൽറ്ററും സ്മാർട്ട് ഹെൽമെറ്റും ഉൾപ്പെടുന്ന വോക്കിംഗ് ആൻഡ് സ്റ്റിൽ മോഡലിൽ ഉൾപ്പെടുന്ന ഈ മത്സരവേദിയെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാക്കുന്നത് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ ചിന്തകളും പുത്തൻ ആശയങ്ങളും തന്നെയാണ്. നമുക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ മത്സരാർത്ഥികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഞങ്ങളുടെ പ്രൊജക്റ്റ് എന്നുള്ളത് ദ പ്രൊട്ടക്റ്റ് ടൗൺ എന്നുള്ളതാണ്. അഥവാ നമ്മുടെ നാടുകളിലുണ്ടാകുന്ന നാച്ചുറൽ ദുരന്തങ്ങളാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ കയ്യബദ്ധങ്ങളും ഉണ്ടാകുന്ന ദുരന്തങ്ങളാവട്ടെ, അതിൽ നിന്നൊക്കെ നമ്മുടെ ജനങ്ങളെയും മറ്റും സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള സംവിധാനങ്ങളെയാണ് ഞങ്ങളിതിൽ സംവിധാനിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ഇപ്പോൾ ഞങ്ങളിതുള്ളത് ഫ്ലഡ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പാലം പൊന്തിക്കാനുള്ളതാണ്. ഇതിപ്പോൾ ആദ്യം ബസർ അടിക്കുകയാണ്, ഇപ്പോൾ പാലം പൊന്തുകയാണ് ചെയ്തത്. ഈ പാലം പൊന്തുക എന്നുള്ളത്, പാലം പൊന്തുമ്പോൾ ഇവിടെ ജനങ്ങൾക്ക് സുഖമായിട്ട് ഇതിലൂടെ പോകാൻ കഴിയും, അതുപോലെ തന്നെ വാഹനത്തിന് പോകാൻ കഴിയും. ഈ ഫ്ലഡിൻ്റെ അലാറം അടിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ നദീതട സംസ്കാരങ്ങളിലെ പോലെ തന്നെ ഇവിടുത്തെ വീടുകളിലെ ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റും അവർക്ക് തന്നെ ഒഴിഞ്ഞു പോകാനുള്ള മറ്റൊരു സംവിധാനമൊക്കെ ഉണ്ടാവുക. മറ്റൊന്നാണ് ഇവിടെ എർത്ത് കേക്കിൻ്റെ പ്രശ്നം എന്നുള്ളത്. ഇപ്പോൾ തുർക്കിയിലും മറ്റുമായിട്ട് എർത്ത് കേക്ക് ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ എർത്ത് കേക്കിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനും മറ്റും വേണ്ടി ജനങ്ങൾക്ക് ഇവിടുന്ന് ഒഴിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നെന്താ വെച്ചാൽ ഇവിടുത്തെയുള്ള എർത്ത് കേക്കിനുള്ളൊരു സംവിധാനം ഫയർഫോഴ്സിൻ്റെ അവിടെ എഴുതുന്നുണ്ടാവും. ഇവിടെ ഈ സാധനം ഇവിടെ ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോൾ ഇവിടെ അലാറം അടിച്ച് ജനങ്ങൾക്ക് അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്നില്ല. ഡൽഹിയിലെ ആശുപത്രിയിലൊക്കെ ഉണ്ടായ ആശുപത്രി ദുരന്തം അതിൽ കുറേ പേര് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മരിക്കലിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അപ്പോൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ആ തീയിൽ നിന്ന് സംരക്ഷണം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിലൂടെ തീ കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫയർ ഇല്ലാതാവുകയും മറ്റും ചെയ്യുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തമാവട്ടെ, ഇനി കയ്യബദ്ധം ഉണ്ടാകുന്ന ദുരന്തങ്ങളാവട്ടെ, അവരിൽ നിന്നൊക്കെ ജനങ്ങളെ സംരക്ഷിച്ച് നിലനിർത്തുക എന്നുള്ള പ്രൊജക്റ്റാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇവിടെ സമർപ്പിക്കുന്നത്. ഇത് സ്മാർട്ട് ഹെൽമെറ്റാണ്. സാധാ ഹെൽമെറ്റിനായിട്ട് കുറച്ച് പർപ്പസ് കൂടുതലുള്ള ഒരു ഹെൽമെറ്റാണ്. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെ ഒരു കണക്ക് പ്രകാരം 2022 വർഷത്തിൽ തന്നെ 52,000 ആൾക്കാർ ഹെൽമെറ്റില്ലാതെ തന്നെ റോഡ് അപകടങ്ങൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരിതാണ്, ഈ ഹെൽമെറ്റ് വെക്കാതെ ഈ വണ്ടി പ്രവർത്തിക്കില്ല. ഈ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി പ്രവർത്തിക്കുള്ളൂ. പിന്നെ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിൽ എങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഒരു സെൻസറുണ്ട്. ആ സെൻസർ ടിക്കറ്റ് ചെയ്തിട്ട് നമ്മൾ അലാറം അടിച്ചിട്ട് നമ്മൾ ഓൺ ചെയ്യും. അപ്പോൾ ആക്സിഡൻറ്റ് കുറക്കാന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ഇതാണിപ്പോൾ ഇതിൻ്റെ സെൻസർ. അഥവാ നമ്മൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി അഥവാ നമ്മൾ ജസ്റ്റ് കണ്ടു തന്നെ നമ്മൾ അടച്ചു തുറക്കും. സ്വാഭാവികമാണ്. ഇത് ഹെൽമെറ്റ് ഇട്ടാലേ അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഹെൽമെറ്റ് ഊരാൽ ഹെൽമെറ്റ് ഇവിടെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്ത് പോകാൻ വേണ്ടി. സയൻസിയ വേദിയിലെ മനോഹരമായ കാഴ്ചകൾക്കിടയിൽ നിന്നും ടീം മാദിൻ അപ്ഡേറ്റ്സ്.